ഹായ് എവ്രി വൺ, ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളുടെ മിനിമലിസ്റ്റ് മലയാളി എന്ന് പറഞ്ഞ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഒരു മിനിമലിസ്റ്റിക് രീതിയിൽ നമുക്കൊരു ഡെയിലി റൂട്ടീൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എൻ്റെ പേര് വർഷ എന്നാണ്. ഞാനൊരു ബ്രാഞ്ച് ഓഫീസിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 9 to 2 ആണ്. അപ്പോൾ ഈ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയം എൻ്റെ ഓഫീസിലേക്ക് ഒരു മണിക്കൂറോളം ട്രാവലുണ്ട്. അപ്പോൾ ഡെയിലി 2 മണിക്കൂർ ട്രാവലുണ്ട്, 5 മണിക്കൂർ ഓഫീസ്, 7 മണിക്കൂർ ടോട്ടൽ എൻ്റെ അങ്ങനെ പാക്ക്ഡാണ്. അപ്പോൾ അതെനിക്ക് മാറ്റാൻ സാധിക്കില്ല. പിന്നീടുള്ള എൻ്റെ സമയത്തിന് ഞാൻ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നു, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് എൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോവുക എന്നുള്ളത് പക്ക പ്ലാനുണ്ട്. പക്ക പ്ലാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. എനിക്ക് എൻ്റേതായ ഇംപെർഫെക്ഷൻസ് ഉണ്ട്. അതിന് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം 2 ചെറിയ ആൺകുട്ടികളാണ് എനിക്ക്, മാധവ്, മഹാദേവ്. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു കുടുംബം എന്ന് പറയുന്നത് ജോലിയും കുട്ടികളും, അത് കൂടാതെ ഞാനൊരു ഗുരുകുലം എന്ന് പറഞ്ഞ ഒരു ട്യൂഷൻ സെൻറ്റർ ഉണ്ട് എനിക്ക്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയത്ത് 4:30 തുടങ്ങി 7 മണി വരെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാം നമ്മളുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് എത്രത്തോളം പാക്ക്ഡ് ആണ് എന്നുള്ളത്. രാത്രി ഒരു 10-10:30 കൂടി കിടക്കാൻ ശ്രമിക്കും. മക്കൾ ഉറങ്ങുന്നതിനനുസരിച്ച് ചിലപ്പോൾ അവർ കളിയിലാണെങ്കിൽ ചിലപ്പോൾ 11 മണിയാവും, 11:15 ആവും. പക്ഷേ പരമാവധി 4:30-5 മണിക്കുള്ളിൽ എഴുന്നേക്കും. രാവിലെ തന്നെ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ ജോലികളും തീർക്കും. അലക്കലടക്കം എല്ലാ ജോലികളും രാവിലെ തന്നെ തീർക്കാൻ ശ്രമിക്കും. അതിന് എനിക്കൊരു സഹായിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മീൽ പ്ലാനിങ് ആണ്. മീൽ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടി എല്ലാം കറക്റ്റായി ഒരുക്കി ഫ്രിഡ്ജിൽ കയറ്റുന്ന പരിപാടിയല്ല ഞാൻ ചെയ്യുന്നത്. അടുത്ത 2-3 ദിവസത്തേക്ക് എന്താണോ ചെയ്യുന്നത്, ഇപ്പോൾ സാമ്പാറാണോ, സാമ്പാറിൻ്റെ കൂടെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നമ്മളത് തലേദിവസം തന്നെ 2 ദിവസം മുൻപ് തന്നെ പ്ലാൻ ചെയ്ത് വെക്കും. സാമ്പാർ ഇന്ന ദിവസം സാമ്പാറാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഇഡ്ഡലി ആയിരിക്കും, അല്ലെങ്കിൽ സാമ്പാറുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ദോശയായിരിക്കും. അപ്പോൾ എന്താണോ അതുമായി മാച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. നമ്മളുടെ മീൽ പ്ലാൻ തന്നെ പക്കയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം നമ്മളെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് തന്നെ പറയാം. പിന്നെ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങി അറേഞ്ച് ചെയ്യാനോ ഡെക്കറേറ്റ് ചെയ്യാനോ നിൽക്കാറില്ല. മിനിമലിസ്റ്റിക് രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മളുടെ വീട്ടിൽ ഇപ്പോഴും കീപ്പ് ചെയ്ത് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു മക്കളുള്ളതാണ്. ഒരുപാട് ഡെക്കറേറ്റീവ് പീസസ് വെച്ച് കഴിഞ്ഞാൽ അവന്മാർ തന്നെ തല്ലി പൊട്ടിക്കും. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ ക്യൂരിയോസിറ്റി കൊണ്ട് അവരൊന്നും എടുത്ത് നോക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോകും. അപ്പോൾ കുറച്ച് നാളത്തേക്ക് അവരൊരു തിരിച്ചറിയുന്ന ഒരു സ്റ്റേജ്, ഇത് പൊട്ടും അല്ലെങ്കിൽ ഇതിപ്പോൾ ഇവിടുന്ന് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുന്നത് വരെ നമ്മളുടെ വീട്ടിൽ ഡെക്കറേഷൻസ് അധികം വേണ്ട എന്നുള്ളതും ഡെക്കറേറ്റീവ് പീസസ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളതും കോൺഷ്യസ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ, ഇത് മതി, ഉള്ളതിനെ ഭംഗിയായിട്ട് കൊണ്ടുനടക്കാം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കളയാതിരിക്കുക, ഒരുപാട് ഷോപ്പിംഗ് ചെയ്യാതിരിക്കുക. ഡ്രസ്സുകൾ വാങ്ങിച്ച് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫീസിലേക്ക് ഇടുന്നത് ചുരിദാറുകളാണ്. അപ്പോൾ ഓഫീസ് വർക്കിന് വേണ്ടിയിട്ട് ഒരു 5-6 ജോഡി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഡ്രസ്സ് ചീത്തയായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീട്ടിലിടാനായിട്ട് യൂസ് ചെയ്യും. ചീത്തയാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിലിടാൻ പറ്റാത്ത കളർ മങ്ങ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ട് പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ റീസ്റ്റിച്ച് ചെയ്ത് ഇടാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിൽ റീസ്റ്റിച്ച് ചെയ്യും. ഇല്ലാത്ത പക്ഷം നമ്മളത് വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ അനാവശ്യമായിട്ട് ഇപ്പോൾ നമ്മളെ കൂട്ടുകാർ വാങ്ങിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് തന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മളൊരു കാര്യം വാങ്ങിക്കാൻ നിൽക്കാറില്ല. ഞാൻ എൻ്റെ ലിസ്റ്റിൽ എഴുതിയിടും ഇന്ന സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ട്. അത് എപ്പോഴാണോ വേണ്ടത് അത് മാത്രം ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നത് കൊണ്ട് തന്നെ യൂണിഫോം ഉണ്ട് 2 പേർക്കും. അതുകൂടാതെ അവർക്ക് അത്യാവശ്യത്തിന് ഡ്രസ്സുകളുണ്ട് എങ്കിൽ പുതുതായിട്ട് ഇപ്പോൾ ബ്രദറോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ അവർക്ക് ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ പറയും ഇപ്പോൾ ഓൾറെഡി അവർക്കുണ്ട്,
അല്ല ഇനിയിപ്പോൾ അവർക്ക് കൊടുത്തേ പറ്റൂ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് പറയും, കുറച്ച് അവരെന്നോട് സൈസ് ചോദിക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്ട്രാ സൈസാണ് പറയുള്ളൂ. കാരണം എന്താ, ഇത് ചീത്തയാവുമ്പോഴേ അത് ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ ബ്രദറൊക്കെ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത് അവൻ എന്നോട് ചോദിക്കും, എത്ര സൈസിലാണ് വാങ്ങിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും വേണ്ട എന്ന് തന്നെ ആദ്യം പറയാം. പിന്നെ അത്രയും നിർബന്ധമാണ്, അത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കുന്നത്, നീ അത് പറയണ്ട എന്ന് അവൻ പറയുകയാണെങ്കിൽ ഒന്നേ പറയുള്ളൂ, ഒരു എക്സ്ട്രാ സൈസ് പറയും. 2 പേരുടെയും ഒരു എക്സ്ട്രാ സൈസ് പറയുക ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവരെ ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങിച്ചു കൂട്ടാം. എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കുഞ്ഞുണ്ടായ സമയത്ത് ഒരുപാട് ക്യൂരിയോസിറ്റി കൊണ്ടും ക്യൂട്ടായിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടി. പക്ഷേ ഇത് അവസാനം എന്തായി, അത് ഒരു പെട്ടെന്ന് അവരുടെ വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്നാണ്. അത് പാകാവാതെ വരിക, അതിന് ആ സൈസിൽ കൊടുക്കാൻ പറ്റിയ ഒരാളില്ല. അപ്പോൾ വീട്ടിലത് വെറുതെ കാശ് കളഞ്ഞു എന്നുള്ളൊരു കുറ്റബോധം നമ്മളുടെ ഉള്ളിലുണ്ടാവും. അത് മൂന്നാമത്തെ കാര്യം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ സാധനങ്ങളും അതിൻ്റേതായ പ്ലേസിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ അയ്യോ മക്കളുടെ യൂണിഫോം എവിടെ, അവരുടെ ടിഫിൻ ബോക്സ് എവിടെ, അല്ലെങ്കിൽ അവരുടെ നോട്ട് ബുക്കുകൾ എവിടെ, ടെക്സ്റ്റ് ബുക്കുകൾ എവിടെ, എല്ലാത്തിനും അതിൻ്റേതായ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കും കുട്ടികൾക്കും അത് എളുപ്പമാണ്. അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ ഏതൊക്കെയാണ്, അവരുടെ നോട്ട് ബുക്കുകൾ ഏതൊക്കെയാണ്, അവരുടെ യൂണിഫോമുകൾ ഏതൊക്കെയാണെന്ന് അവർക്ക് അറിഞ്ഞാൽ തന്നെ, ഇപ്പം ഞാനില്ല, എൻ്റെ അമ്മയാണ് അവരെ സ്കൂളിൽ വിടുന്നതെങ്കിലും അമ്മയ്ക്ക് അത് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ഥലത്ത് അത് മടക്കി വെച്ചിട്ടുണ്ട്, യൂണിഫോം തലേദിവസം തന്നെ തേച്ച് മടക്കി വയ്ക്കും. തലേദിവസം വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസത്തെ യൂണിഫോം, എല്ലാ കാര്യവും ഞാൻ 3 ദിവസത്തേക്കാണ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരാഴ്ചത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് തന്നെ സ്ട്രെസ്സാവുന്ന കാര്യമാണ്. അപ്പോൾ 3 ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചെയ്യുക. മിക്കവാറും അത് ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ 3 ദിവസത്തേക്കുള്ള ചെയ്യും. ഇല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു, സമയം കിട്ടിയില്ല എങ്കിൽ പരമാവധി അടുത്ത ദിവസങ്ങളിലേക്കുള്ളത് പ്ലാൻ ചെയ്തിട്ടിരിക്കാനായിട്ട്, സിമ്പിളായിട്ടാണെങ്കിൽ കൂടിയും പ്ലാൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ മക്കളുമായിട്ടുള്ള ഒരു സമയം അത് മസ്റ്റാണ്. ഇപ്പം ഞാനായാലും ഹസ്ബൻഡായാലും അമ്മയായാലും അല്ലെങ്കിൽ എൻ്റെ സഹോദരനായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള അച്ഛനമ്മയും ബന്ധുക്കളൊക്കെ ആയിട്ടും സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബന്ധങ്ങൾ അത് എപ്പോഴും വില നൽകേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് സമയം നൽകുക, നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നതനുസരിച്ചായിരിക്കും അവരും ബന്ധങ്ങൾ കാണുന്നത്. അപ്പം ഞാൻ ഒരുപാട് പെർഫെക്റ്റ് അല്ല എൻ്റെ ബന്ധങ്ങൾ കീപ്പ് ചെയ്യുന്നതിലെങ്കിലും കൂടിയും പരമാവധി നല്ല ആളുകൾക്ക് സമയം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, അതായത് നമ്മളെ ഒരുപാട് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക, അങ്ങനെയുള്ള വ്യക്തികളെ മനഃപൂർവ്വം ഒഴിവാക്കും. കാരണം അവർ നമുക്ക് നല്ല എനർജി ഒന്നും തരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കും ആ എനർജിയിൽ സർവൈവ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും അകറ്റി തന്നെ നിർത്തുക ചെയ്യുക. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന സമയം അത് ഏറ്റവും ബെസ്റ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവരുടെ കൂടെ കുഞ്ഞു കുഞ്ഞു കളികൾ കളിക്കുക, അവർ ബിൽഡിംഗ് ബ്ലോക്സ് ഉണ്ടാക്കുമ്പോൾ അവരുടെ ഒപ്പം കളിക്കുക. പിന്നെ മക്കളോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മൊമെൻറ്റ്സ്, എപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് അത് നമ്മൾ കണ്ടെത്തുക തന്നെ വേണം. ചില മെമ്മറീസ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തേ വേണം. അപ്പം നമ്മുടെ ലൈഫിന് ഒരു താളം ഉണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിനൊരു അർത്ഥം വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കുറേ എഫേർട്ട് എടുത്തേ പറ്റൂ. ഒരു കാര്യം പറയാം, ഹോം മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അത് നമുക്കൊരു ഷെഡ്യൂളുണ്ട്, നമുക്ക് നമ്മളുടേതായ ഐഡിയാസ് ഉണ്ട് എങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയാൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, ഒരുപാട് മടിയും അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ നല്ല നല്ല റൊട്ടീൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ.